ദുഷ്ടസ്ത്രീയും വഞ്ചകനായ സുഹൃത്തും വായാടിയായ ഭൃത്യനും എപ്പോഴാവട്ടെ അവസരം കിട്ടുമ്പോൾ നിങ്ങളെ ചതിച്ചേക്കാം. അതായത് ഭാര്യ ആജ്ഞാനുവർത്തിയും പതിവ്രതയും, സുഹൃത്ത് വിവേകിയും വിശ്വസ്തനും, ഭൃത്യൻ യജമാന ഭക്തിയുള്ളവനും ആവണം. ഇതിനു വിപരീതമായാൽ കഷ്ടം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇവരിൽ നിന്ന് രക്ഷ നേടണം. ധനവും സമ്പത്തും അസ്ഥിരമാകുന്നു. യഥാർത്ഥത്തിലുള്ള ശക്തി ദൈവദത്തമാണ്. അതാണ് സ്ഥിരമായിട്ടുള്ളതും. ഏതുവരെ ദൈവത്തിൻ്റെ കൃപയുണ്ടോ എല്ലാം അതുവരെ മാത്രം. പക്ഷേ ഒന്ന് തീർച്ചയാണ്, ധനവും സമ്പത്തും അതൊരു വ്യക്തിയുടെ പരിശ്രമം, ബുദ്ധിശക്തി, കാര്യക്ഷമത വഴി ലഭിക്കുന്നതാണ്. ഇവയുള്ളപ്പോൾ അതൊരിക്കലും നഷ്ടമാവില്ല. അധ്വാനം, ബുദ്ധി, കാര്യക്ഷമത എന്നിവയുടെ അഭാവത്തിൽ അത് എപ്പോഴും കൂട്ടുവിടുന്നു. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യം അധ്വാനം, ബുദ്ധി, കാര്യക്ഷമത എന്നിവ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയും സ്ഥിരമായിരിക്കും.